വെച്ചാൽ നമ്മളെ പോലെയുള്ള കുട്ടികളുള്ളവർ വളരെ കുറവല്ലേ. പിന്നെ യൂറിൻ ബ്ലോക്ക് ആവണുണ്ടായിരുന്നു. യൂറിൻ പോകണില്ല. ഒരു ദിവസം 24 മണിക്കൂർ 2 ദിവസമൊക്കെ പോകാതിരുന്നിട്ടുണ്ടാവും. എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലും അവൾ ടോയ്ലറ്റിൻ്റെ ഡോറിൽ വന്ന് തലയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. മാസം 2800 മുകളിലാവും ഞങ്ങൾക്ക് ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ മാത്രം. 180 ഡയപ്പറോളം വേണം എനിക്കൊരു മാസം. ഒരു ദിവസം 6 എണ്ണം വെച്ച് ഓരോ തവണയും ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ ഇതെല്ലാം എടുത്ത് പോവുകയാണ്. 32 വയസ്സായ ഒരു കുട്ടിയാണെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കും, അച്ഛനെയും അമ്മയെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ഇതിപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ വയ്യ. എന്നാൽ ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചിലവുമാണ്. ഡ്രസ്സ് പോലും 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അവൾ കിടന്നുറങ്ങിയിട്ട് ഒരു 8 വർഷമായി. തങ്കമണി ടീച്ചർ ട്രെയിനിങ് കൊടുക്കുന്ന ആ സ്കൂളിലെ ടീച്ചേഴ്സും ബാക്കിയുള്ള അവർക്കുമൊക്കെ ഇങ്ങനത്തെ കുട്ടികളെ മനസ്സിലാവും. ഹസ്ബൻഡും പറയും നമുക്ക് ശേഷം അവൾ കാണൂലായിരിക്കാം എന്ന് സമാധാനിക്കും. എൻ്റെ അനിയത്തി മാത്രം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് മുതലേ അങ്ങനെയായിരുന്നു. ആ 3 മണിക്കൂറിനകം ഞാൻ എവിടെ പോയാലും തിരിച്ച് വീട്ടിലെത്തണം. ഈ സമൂഹം എന്താണ് നിങ്ങൾക്ക് തരേണ്ടത് എന്നാണ് കരുതിയിട്ടുള്ളത്? ഞങ്ങളെ പുറത്ത് എവിടെ കാണുമ്പോഴും എനിക്ക് തോന്നാറുള്ളത് ഒരു സഹതാപത്തിൻ്റെ ഇതിലാണ്. മറ്റുള്ളവരുടെ അതേപോലെ ഒരു അംഗീകാരം എന്നുള്ളത് കുറവാണ്. സഹതാപം ഉണ്ട്, സപ്പോർട്ട്. എനിക്ക് തോന്നണം അവർക്ക് നമ്മളെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള കുട്ടികളുള്ളവർ വളരെ കുറവല്ലേ. അപ്പോൾ അവരെങ്ങനെയോ എല്ലാവരും പോണ പോലെ നമ്മളും പോകണമെന്നാണ് അവർ വിചാരിക്കുന്നത്. എനിക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ ഞാൻ ഡ്രസ്സ് ചെയ്യാൻ എടുക്കുന്ന സമയം വെറും 10 മിനിറ്റ് പോലും എടുക്കാറില്ല. ചുരിദാറാണെങ്കിൽ 5 മിനിറ്റേ എടുക്കാറുള്ളൂ. പക്ഷേ ചെന്ന് അവിടെ എത്തുന്നതിന് മുൻപ് എനിക്ക് തലേ ദിവസം തുടങ്ങണം മോൾക്കുള്ള ഭക്ഷണങ്ങളെല്ലാം. അല്ല, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഒരാഴ്ചയിൽ എത്രയോ ദിവസം മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, മോൾക്ക് ടോയ്ലറ്റിൽ പോകാൻ മരുന്ന് കൊടുക്കുന്നത്. അതെന്ത് സാഹചര്യമാണ്? അത് അവൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അത് ജനിക്കുമ്പോഴേ ഉള്ളതാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് വന്നിട്ട് എന്ത് കൊടുത്താലും ഛർദ്ദിക്കും. അപ്പോൾ അങ്ങനെ ഡോക്ടർ അശോക് കുമാർ സാറാണ് പറഞ്ഞത്, ഇത് കോൺസ്റ്റിപ്പേഷൻ മാറിക്കഴിഞ്ഞാൽ കുറച്ച് ഉറക്കത്തിൻ്റെയും കുറച്ചൊരു പ്രശ്നം മാറിക്കിട്ടും. പിന്നെ യൂറിൻ ബ്ലോക്ക് ആവണുണ്ടായിരുന്നു. യൂറിൻ പോകണില്ല. ഒരു ദിവസം 24 മണിക്കൂർ 2 ദിവസമൊക്കെ പോകാതിരുന്നിട്ടുണ്ട്. അപ്പോൾ വയറിങ്ങനെ വീർത്തിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ബഹളം എന്ന് പറഞ്ഞാൽ ഒച്ചയിട്ടിങ്ങനെ വിളിക്കും. കരയാറില്ല, വേദന കൊണ്ട് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ തന്നെ മുറുകെ പിടിച്ച് അനങ്ങാൻ സമ്മതിക്കില്ല എന്നെ. എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലും അവൾ ടോയ്ലറ്റിൻ്റെ ഡോറിൽ വന്ന് തലയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വേദന ഉള്ളതുകൊണ്ട് ഞാനോ മോനോ ഹസ്ബൻഡോ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾ അങ്ങനെ സഹിച്ച് കമിഴ്ന്ന് കിടക്കും ഞങ്ങളുടെ മടിയിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് ഇത് കൊടുത്തു തുടങ്ങി, മരുന്നുകൾ കൊടുത്തു തുടങ്ങിയപ്പോൾ ആ മരുന്ന് കൊടുക്കുന്ന ദിവസം അവൾ 2 ദിവസത്തിലൊരിക്കൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ അവൾ തളർന്നു പോകും. അപ്പോൾ ആ ദിവസം ഫുൾ ടൈം ഞങ്ങൾ കൂടെ വേണം. ടോയ്ലറ്റിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അത് കൺട്രോൾ ചെയ്യാൻ അറിയാത്ത കുട്ടിയായതുകൊണ്ട് ഞാൻ എപ്പോഴും അതിന് വേണ്ടിയിട്ട് നിൽക്കണം. ചിലപ്പോൾ രാത്രി 11 മണിക്ക് പോയി തുടങ്ങിയാൽ രാവിലെ 5 മണി വരെ പോകും. ചിലപ്പോൾ രാവിലെ ഉണരുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ രാത്രി 7 മണി വരെ പല തവണകളായിട്ട്. കുറച്ച് സമയത്തിൽ കൂടുതൽ അവൾക്ക് ടോയ്ലറ്റിലിരിക്കാം. എല്ലാം ചെയറുകളാണ്, ടോയ്ലറ്റിൽ തന്നെ കൊണ്ടുപോകും. അതിനുള്ള പ്രത്യേകം ചെയറുകളിലേക്ക് മാറ്റി മാറ്റി. അപ്പോൾ ഓരോ പ്രാവശ്യം എടുത്ത് ഇതിൽ നിന്ന് അതിലോട്ട് അതിൽ നിന്ന് ഇതിലോട്ട് എല്ലാം ചെയ്തു വരുമ്പോൾ ഞങ്ങളും തളർന്നു പോകും. അപ്പം ഒരു ഗസ്റ്റ് വന്നാൽ പോലും ഞങ്ങൾക്ക് നേരത്തെ പറയണ ഗസ്റ്റ് ആണെങ്കിൽ എനിക്ക് ബീനെ പോലെയൊക്കെ ആരെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്ക് അറിയാം എൻ്റെ കാര്യം. അപ്പം ഞാൻ പറയും നാളെ ആക്കാമോ, എന്നാൽ നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും മാത്രം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോൻ വരണം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറയും ഇന്ന് അനിയത്തിക്ക് ടോയ്ലറ്റ് ഡേ ആണ്. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നേരിടാറില്ലേ? എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഫ്രാൻറ്റിക് ആയിട്ട് നീ എന്നെ വിളിച്ചത് ഡയപ്പറിന്റെ പ്രശ്നത്തിലായിരുന്നു. അതെന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് വളരെയേറെ ആളുകൾ പിന്നെ അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്തു. അതിൽ ഇപ്പം അതെനിക്ക് തോന്നുന്നു നമുക്ക് പരിഹരിക്കാൻ പറ്റി. ഇപ്പം ഗവൺമെൻറ് തന്നെ, കോർപ്പറേഷൻ തന്നെ ഡയപ്പറുകൾ സ്വീകരിക്കാനും കത്തിക്കാനും ഒക്കെ ഉള്ള മാർഗ്ഗങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ശേഷം നമ്മളിത് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് ഒരു അവയർനെസ് വന്നു. അതെന്തായിരുന്നു പ്രശ്നം? അന്ന് മഴക്കാലമായിരുന്നു. എനിക്ക് ഒരു ദിവസം 7 ഡയപ്പർ, അത് അഡൽട്ട് ഡയപ്പർ ആകുമ്പോഴത്തേക്കും കത്തുമില്ലല്ലോ. അത് ഞാനിങ്ങനെ കുഴിയെടുത്തിട്ട് അതിൽ കത്തിക്കുകയായിരുന്നു. അപ്പോൾ കത്തിക്കുന്ന സമയത്ത് നല്ലോണം ഇത് മണ്ണെണ്ണ ഒഴിച്ചാലേ കത്തുള്ളൂ. മണ്ണെണ്ണ ഒഴിച്ചിട്ട് ചിരട്ട അതൊക്കെ തൊണ്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ മഴക്കാലത്ത് അതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ 2 ചാക്കിൽ നിറയായി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇത് എന്ത് ചെയ്യണം ഞാനെന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ബീനയുടെ ഒരു കോള് കണ്ട്. അപ്പം ഞാൻ ബീനയുടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ബീന മിക്കവാറും എൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബീന എനിക്കൊരു പരിഹാരം പറഞ്ഞു തരും. ബീനയ്ക്ക് പുറം ലോകമായിട്ട് ഒരുപാട് പരിചയക്കാരും ഇതൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഞാൻ തിരിച്ച് ബീനയെ വിളിച്ചിട്ട് പറയായിരുന്നു ഇങ്ങനെ ഞാനൊരു പ്രശ്നത്തിലിരിക്കുകയാണ്. അപ്പോൾ ബീന അത് നീ ആദ്യം പറയാത്ത എന്തെന്ന് പറഞ്ഞിട്ട്
ഞാനിപ്പോൾ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് ഇട്ടിട്ട് അപ്പോൾ എനിക്ക് ഒരു പൂജപ്പുരയുള്ളൊരു മാമാണത് പറഞ്ഞു തന്നത്. അവരുടെ അമ്മ അസുഖമായിട്ട് കിടക്കുകയാണ്, അപ്പോൾ ഇങ്ങനെ വന്ന് കളക്ട് ചെയ്യും, പക്ഷേ നല്ലോണം കാശ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാലത്ത് ഞങ്ങൾ അങ്ങനെ നോക്കിയിരുന്നാൽ പറ്റില്ല, അപ്പോൾ അവർ വന്ന് എടുത്തിട്ട് പോകും. അപ്പം നമ്മുടെ ഇവിടുത്തെ കോർപ്പറേഷൻകാർ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ല, അവർക്കത് ഡിസ്പോസ് ചെയ്യാനുള്ള ഇതില്ല എന്ന് പറഞ്ഞപ്പോൾ പൂജപ്പുര ഇവിടുത്തെ വാർഡിലുള്ളവർ അപ്പോൾ പൂജപ്പുരയുള്ള അപ്പം ഞങ്ങളുടെ കൗൺസിലറുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോട്ടെ, അവർ കൊണ്ടുപോയിക്കോട്ടെ. നമ്മളിപ്പം അല്ലാത്തതൊക്കെ ഇവിടെ ഉള്ളവരെടുക്കും. ഈ ഡയപ്പർ പോലെ അത് ഒരുപാട് കാണും, അപ്പോൾ അത് ഇവർക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് പൂജപ്പുരയിൽ നിന്ന് ആൾക്കാർ വന്ന് എടുത്തിട്ട് കൊണ്ടുപോകണം. അപ്പോൾ കുറേ രോഗികൾക്ക് അങ്ങനെ കൊണ്ടുപോകണം, പക്ഷെ അവർ നമ്മൾ നല്ലോണം പേ ചെയ്യണം. അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നം പണിയാവും. അപ്പോൾ ഇപ്പോഴും വരണം. പക്ഷെ അതിന് ഞാൻ ബീനടുത്ത് പറയണതാണ്, എന്തെങ്കിലും ഇതുപോലുള്ള കുട്ടികൾ, ഇപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പ്രൈവറ്റ് ഫേമിലായിരുന്നു, അപ്പോൾ പുള്ളി റിട്ടയറായി, പുള്ളിക്ക് പെൻഷനില്ല. അപ്പം ഞങ്ങൾ പണ്ടുള്ള അത് വെച്ചിട്ട് അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവ് വരും, ചിലവാണ്. പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് കരുതി വെച്ചിരുന്നത് കൊണ്ടായിട്ടാണ് ഞങ്ങളിപ്പോൾ പോണത്. ഇപ്പോൾ ഈ മാസം ഒരു മാസം 2800 മുകളിലാവും ഞങ്ങൾക്ക് ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ മാത്രം. ഡയപ്പർ വാങ്ങാൻ വേറെ വാങ്ങാൻ ഏകദേശം 15,000 രൂപയോളം ഡയപ്പർ വേണം. ഡയപ്പറിന് മാത്രം 20,000 രൂപയാവും. 180 ഡയപ്പറോളം വേണം എനിക്കൊരു മാസം. ഒരു ദിവസം 6 എണ്ണം വെച്ചിട്ട് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തോ സാമ്പത്തിക സഹായമൊക്കെ ഗവൺമെൻറ് കൊടുക്കാറുണ്ടോ, പെൻഷനോ? ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ഞാൻ അന്ന് അപ്ലൈ ചെയ്തിരുന്നു ഇതിന്. അപ്പോൾ അത് അന്ന് ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് പരിമിതി കൂടിയ ഇതല്ലേ വരണതാണ്, അപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കണം, ഇനിയെങ്കിലും അത് കിട്ടുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഇൻകം ആയിട്ടിപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്, ഞങ്ങൾ പോലെയല്ല, വളരെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരില്ലേ. അപ്പോൾ അവർക്ക് നമുക്ക് ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ കൂടെ ഈ സാമ്പത്തികവും ഇതും എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോകുന്നത്. ബീന പറഞ്ഞ പോലെ ഒരു പരിധി വരെ ഞാൻ ഇതുവരെയൊക്കെ പിടിച്ചു നിന്നു, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ ഇവളുടെ മെഡിസിൻസ് ഏകദേശം നമ്മുടെ പ്രായവും മാറുവാണ്. അതെ, പ്രായം മാറുന്നു. എനിക്ക് മരുന്നുകളുണ്ട്, ആർത്രൈറ്റിസിൻ്റെയൊക്കെ മരുന്നുകൾക്കൊക്കെ ഭയങ്കര ചിലവാണ്. അത് ഓരോ തവണയും ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, ഇതെല്ലാം എടുത്തു പോവുകയാണ് ഞാൻ. എനിക്ക് റൂമറ്റോയിഡ്. ശരിക്കും ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് ഇങ്ങനെ ഒരു കുട്ടിയെ നോക്കുന്ന കുടുംബത്തിലെ അമ്മയ്ക്കും അല്ലെങ്കിൽ അച്ഛനും ആ കുട്ടിക്കും വേണ്ടി ഗവൺമെൻറ് ചെയ്യേണ്ടതെന്നാണ് നിനക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് സാധാരണ ഒരു കുട്ടി, ഇപ്പോൾ 32 വയസ്സായ ഒരു കുട്ടിയാണെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കും, അച്ഛനെ അമ്മയെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ഇതിപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ വയ്യ, എന്നാൽ ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചിലവുമാണ്. കാരണം മരുന്നുകൾ, ഇപ്പോൾ ഈ ഡയപ്പർ പോലെയുള്ള അവരുടെ ഡ്രസ്സ് പോലും 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് മോശമാവും. പിന്നെ അവരുടെ ഭക്ഷണ രീതി തന്നെ വേറെ തരം, അവർക്ക് വളരെ നന്നായി ദഹിക്കുന്ന ഭക്ഷണങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ വരുന്നത് അല്ലെങ്കിൽ വൃദ്ധരെയൊക്കെ നോക്കാൻ വരുന്നത് ഹോം നേഴ്സസ് ആണ്. ഈ ഹോം നേഴ്സുമാർക്ക് പരിശീലനമൊന്നും കിട്ടിയതായിട്ട് നമുക്കറിയില്ല. അവർ പരിശീലനം നേടിയിരിക്കുന്നത് ചിലപ്പോൾ വൃദ്ധജന സംരക്ഷണത്തിലോ അല്ലെങ്കിൽ ബെഡ്രിഡനായ ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നതിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് വളരെ വലിയ രീതിയിലുള്ള വളരെ വിദഗ്ധമായ പരിശീലനവും എന്താ പറയുന്നത് അലിവും കരുണയും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഒരു പരിശീലകരുടെ അല്ലെങ്കിൽ അത്തരം പരിശീലനത്തിൻ്റെ സാധ്യതകൾ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ഉപയോഗിക്കുന്നുണ്ടോ? അവർ വരുന്നത് കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന ആ ഒരു മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. വയസ്സായവർ അല്ലെങ്കിൽ എൻ്റെ മോൾ അങ്ങനെയല്ല, അവൾക്ക് കിടക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ അവൾ കിടന്നുറങ്ങിയിട്ട് ഒരു 8 വർഷമായി. ചെയറിൽ ഇരുന്നാണ്, കമിഴ്ന്ന് കിടന്നാണ് ഉറങ്ങുന്നത്. അവൾ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കട്ടിൽ കിടത്തിയിട്ട് ഞാനും ഹസ്ബൻഡും കൈ പിടിച്ചുകൊണ്ട് കിടന്നാൽ മാത്രം, അങ്ങനെ ഒരു 2-3 മണിക്കൂർ മാത്രമേ അവൾ കിടക്കാറുള്ളൂ. ബാക്കി മുഴുവൻ ഇരുന്നിട്ടാണ്. കിടത്താൻ ശ്രമിച്ചാലും കിടക്കില്ല, അവൾ ഓർക്കാനിച്ച് ഛർദ്ദിക്കുക. അവൾക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ അത് നമുക്കിപ്പോൾ അവളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണോണ്ട് അവൾക്ക് വേണ്ടി. ഈ വരുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. അവർ പറയും കുട്ടി കിടക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഈ ഡയപ്പർ വെറ്റാകുമ്പോഴത്തേക്കും 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉടനെ ക്ലീൻ ചെയ്യണം. എപ്പോഴും രാവിലെ എണീറ്റ് കുളിക്കണം, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം പല്ല് ബ്രഷ് ചെയ്ത് കുളിച്ചതിന് ശേഷം. ഇവർക്ക് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യും. ഇവൾ കറക്റ്റായിട്ട് എണീക്കില്ലല്ലോ. ഇവിടെ എണീക്കുമ്പോൾ ചിലപ്പോൾ ഉച്ചയാവും, ചിലപ്പോൾ രാത്രി 2 മണിക്ക് എണീക്കും. അപ്പോൾ അവൾക്ക് പല്ല് ബ്രഷ് ചെയ്യണം, കുളിക്കണം, ഇതൊന്നും പറയൂ. അവൾ അതിന് വേണ്ടിയിട്ട് ഓരോ ശബ്ദങ്ങളുണ്ടാക്കും. അപ്പോൾ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഓർക്കാനിക്കും.
അവളുടെ അവൾക്ക് ആകെ അറിയാവുന്ന അവളുടെ expression അതാണ്. എക്സ്പ്രഷൻ അതാണ്. അവൾക്ക് ഛർദ്ദിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞാലും അവർ അത് എതിർക്കും. അവരോട് അങ്ങനെയൊന്നുമല്ല, നിങ്ങളെ ചെയ്തു കൊടുത്തിട്ടാണ് കുട്ടി വാശിയല്ല അവള് ഇപ്പം നമ്മളുടെ അവസ്ഥയാണ്. അതെ അവസ്ഥയാണ്. നമ്മൾ രാവിലെ എണീറ്റ് പല്ല് ബ്രഷ് ചെയ്തിട്ടല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ, അതുപോലെ നമ്മൾ ഫ്രഷ് ആയിട്ടല്ലേ ഇരിക്കുള്ളൂ എപ്പോഴും. അപ്പോൾ അതങ്ങനെ ആയതുകൊണ്ട്, പക്ഷെ അതുകൊണ്ട് വേറെ അസുഖങ്ങളൊന്നും വരാറില്ല. നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ വരുന്നവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർ പറയും ഞങ്ങൾ 3 പ്രാവശ്യം ഒരു പ്രാവശ്യം തല കുളിപ്പിക്കും, 2 പ്രാവശ്യം മേല് കഴിയും. വൈകുന്നേരം ചൂടാണെങ്കിൽ വൈകിട്ടും രാത്രി കിടക്കുന്നതിന് മുമ്പും മേല് കഴിയും. പിന്നെ എണ്ണയിട്ട് ആവി പിടിക്കൽ ഇതൊന്നും അവർക്ക്. അപ്പോൾ ഈ ആവി പിടിക്കുന്ന സമയത്തൊക്കെ അവളെ പിടിച്ചോണ്ട് ഒരാളിരിക്കണം. ഇപ്പോൾ ഹസ്ബൻഡ് പിടിക്കും, ഞാനാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഇവർക്കത് പറയുമ്പോൾ അത് ഇത്രയൊന്നും ജോലി ഞങ്ങളെ കൊണ്ട് പറ്റൂല ഇതൊക്കെ പറയാം. അപ്പം നമ്മൾ ഇവർക്ക് ശമ്പളവും കൊടുത്തിട്ട് നമ്മൾ ജോലി ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ വേണ്ട. പക്ഷേ ഇതിനൊക്കെ ക്ഷമയോടെ നേരിടാൻ ഞാൻ പറഞ്ഞ തങ്കമണി ടീച്ചർ ട്രെയിനിങ് കൊടുക്കുന്ന ആ സ്കൂളിലെ ടീച്ചേഴ്സും ബാക്കിയുള്ള അവർക്കുമൊക്കെ ഇങ്ങനത്തെ കുട്ടികളെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അതേ കുട്ടികളുമായിട്ട് പരിചയപ്പെട്ട് ഇതുപോലെയുള്ള കുട്ടികളെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മനസ്സിലാക്കിയവർക്ക് മാത്രം പറ്റും. അതിന് വലിയ വെല്ലുവിളിയല്ലേ? ഭയങ്കര വെല്ലുവിളിയാണ് ശരിക്കും. ഇപ്പം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, ഇപ്പം തന്നെ 60കളിൽ എത്തി നിങ്ങൾ. അപ്പം ഈ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും വല്ലാത്തൊരാകുലം ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളെ എന്നെപ്പോലെ നോക്കണ ആരായിരിക്കും? ഒരിക്കലും ആർക്കും പറ്റില്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നാലും എൻ്റെ വിചാരം ഞാൻ കടന്നു പോയി കഴിഞ്ഞാൽ ഇതേപോലെ ജീവിക്കും എന്നുള്ള. പക്ഷെ പറ്റൂലല്ലോ എന്ന് ആലോചിക്കാൻ എനിക്കിഷ്ടമല്ല. എങ്കിലും അത് ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉറക്കവും കൂടി ഇല്ലാതാവും. ആ സമയത്തെല്ലാം ഞാൻ ആലോചിക്കും, അപ്പോൾ അവൾ എന്ത് ചെയ്യും, അപ്പോൾ അവൾ എന്ത് ചെയ്യും. ഹസ്ബൻഡും പറയും നമുക്ക് ശേഷം അവൾ കാണൂലായിരിക്കാം എന്ന് സമാധാനിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംവിധാനം അന്ന് ഉണ്ടാവുന്നു. ഞാനൊരു യാത്രയിൽ പോകുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളുണ്ട്. അപ്പോൾ രണ്ടുപേരും ഓട്ടിസ്റ്റിക് ആണ്. മോളെ പോലെ മൾട്ടിപ്പിൾ അല്ല, അവർ ഓട്ടിസ്റ്റിക് ആണ്, കിടക്കുന്ന കുട്ടികളാണ്, 10, 30, 32 വയസ്സുള്ള. അപ്പോൾ ആ ചേട്ടൻ അന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും പോകണേന്ന്, ഞങ്ങൾക്കെങ്കിൽ മാത്രമേ ഈ ലോകത്തുനിന്ന് സമാധാനത്തോടുകൂടി പോകാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് ചന്ദ്രധാരയുടെ ജീവിതത്തിൽ തന്നെ അനുഭവമാണ്. അപ്പം എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി? അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ഇവരെ താമസിപ്പിക്കാനുള്ള പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ അത്രത്തോളം ഇതല്ലെങ്കിലും ഇവരെ സുരക്ഷിതം. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മകളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു സ്കൂളിൽ കൊണ്ടുവിട്ടാലും ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് കുറേ സ്കൂളിൽ നോക്കി. പക്ഷെ അവരെല്ലാം പറയണ മോളെ കൊണ്ടാക്കാം, നോക്കാൻ ഒരാളെ ഇരുത്താൻ പറ്റില്ല, ഞാൻ കൂടി ഇരുന്നോട്ടെ, അതും സമ്മതിക്കുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ വേണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവളൊരു സ്കൂളിൽ അറ്റാച്ച്ഡാണ്, ബീന എന്ന് പറഞ്ഞ ശ്രദ്ധയിൽ. പക്ഷെ അത് മുകളിലത്തെ നിലയിലാണ് ക്ലാസ്. എനിക്ക് ഒരിക്കലും മോളെ അതുവരെ കയറ്റാൻ പറ്റില്ല. അത് അങ്ങനെയുള്ള സ്കൂളുകൾക്ക് ഗവൺമെൻറ് തന്നെ ഒരു താഴത്തെ ഒറ്റ നിലയിലൊരു വല്ലതും ബിൽഡിങ് അവർക്ക് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ അവിടുത്തെ പാരൻസ് മാത്രം വിചാരിച്ചാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് ഇപ്പോൾ 50,000 രൂപ കൊടുത്തിട്ടാണ് വിജയകൃഷ്ണൻ സാർ അത് ചെയ്യണത്. പക്ഷേ ഞാൻ ഓൺലൈനായിട്ട് സാറ് പറയണ ഓരോ കാര്യങ്ങളും ചെയ്ത് അവൾക്ക് വേണ്ടി ഞാൻ വീട്ടിലിരുന്ന് ചെയ്യും. അത് മാത്രമേ പറ്റൂ. എനിക്ക് ആ സ്കൂളിൽ പോകണമെന്നും മോളുടെ ഒപ്പം അവിടുത്തെ കുറേ അമ്മമാരെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് മോളുമായിട്ട് എനിക്കേ കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മോൾക്ക് എനിക്ക് പ്രശ്നങ്ങളുള്ള കാരണം മോളെയും കൊണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഓരോ വിശേഷങ്ങൾ വരുമ്പോഴും എനിക്ക് ആ കുട്ടികൾക്കൊപ്പം മോളെ പങ്കെടുപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റും എന്നാൽ പോലും. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾ സൗകര്യം, അവർക്ക് കയറാനും ഇറങ്ങാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്താൽ മറ്റ് ഒരുപാട് ഗവൺമെൻറ് സ്കൂളുകളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ 2-3 സ്കൂളുകൾ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ആശ്വാസമായിരിക്കും. അത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭാവി കാലത്ത് ഞങ്ങൾക്കൊരു ചിന്തയും വരുവേ, ഇവരെ സുരക്ഷിതരായിരിക്കും. അതൊരു റെസിഡൻഷ്യൽ സ്കൂൾ പോലെയൊക്കെ ആണെങ്കിൽ ഇതേ പാരൻസ് തന്നെ നമുക്കും അവിടെ വേണമെങ്കിൽ താമസിക്കാം. നമുക്ക് ഈ കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ഇനി ഉള്ളതും. ഇപ്പോൾ മകനാണെങ്കിൽ അവൻ്റെ ഇത് നോക്കാൻ അറിയാമല്ലോ. അപ്പോൾ അവൻ തന്നെ എൻ്റെ അടുത്ത് പറയും, അമ്മ അനിയത്തിയുടെ കാര്യം നോക്കാം, അവന് വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോകാറുണ്ട് തന്നെ 3-4 പ്രാവശ്യം. ഇപ്പോൾ അവൻ ട്രിവാൻഡ്രത്തുണ്ട്, പക്ഷേ 3-4 പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോയിട്ടുള്ളൂ. അവൻ ഇങ്ങോട്ട് വരും, അനിയത്തിയുടെ കാര്യങ്ങളാണ്, അമ്മ ബിസി ആണല്ലോ എന്നറിയാം. അതുപോലെ അവന്റെ ജീവിതം ശരിക്കും എങ്ങനെയാണ് ഈ മോളുടെ ഇത് വെച്ചിട്ട് മോന്റെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിച്ചു? അവൻ ഇങ്ങനെയായിരുന്നു. അച്ഛൻ ടൂറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തനിയെ സൈറ്റിൽ പോയി മരുന്നുകൾ വാങ്ങിക്കുക, ഡോക്ടറെ പോയി കണ്ട് സംസാരിച്ചിട്ട് ഡോക്ടർ പറയുകയാണ് അനിയത്തി കൊണ്ടുവരാൻ പറഞ്ഞാൽ മാത്രം അവനൊരു ഓട്ടോ വിളിച്ച് വന്ന് അവൻ മുൻപേ സൈക്കിളിൽ പോകും. എന്നിട്ട് ഞാൻ ഓട്ടോയിൽ പോകും. സൈക്കിളിൽ പോകണത് തിരിച്ച് അവർ വീട്ടിൽ കൊണ്ടായിട്ട് അവൻ മരുന്ന് മേടിച്ചുകൊണ്ട് വരും.
അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ സൈക്കിൾ കൊണ്ട് വെച്ച് ഓട്ടോയിൽ അങ്ങനെ. പിന്നെ അവന്റെ കുട്ടിക്കാലവും എല്ലാം കുഞ്ഞിന് വേണ്ടി. അവൻ എപ്പോഴും അവൻ പറയും എൻ്റെ ബാല്യം മറ്റേ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, എനിക്കെൻ്റെ ബാല്യം തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ അവനിങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പറയും, ഇത് എൻ്റെ പോലെയാണെന്ന് തോന്നണല്ലേ അമ്മ എന്ന് പറയും. അപ്പോൾ എനിക്ക് വിഷമം തോന്നുമെങ്കിൽ ഞങ്ങളത് അവനും ചിരിച്ച് കളയും. അപ്പോൾ അവൻ ശരിക്കും പറഞ്ഞാൽ ബാല്യകാലത്തെ ഒരു വലിയൊരാളിനെ പോലെ ഉള്ള ഇതായിരുന്നു. ഒരിക്കലും അവൻ എനിക്കിത് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടില്ല. അവന് 4.5 വയസ്സുള്ളപ്പോഴായിരുന്നു മോള് ജനിച്ച്. ഒരു 2 വർഷം കൂടെ ഹെൽപ്പ് ചെയ്യും. അത് എൻ്റെ അച്ഛനും അമ്മയായിരുന്നു കൂടുതലും അവന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നല്ലാതെ. എപ്പോഴും പറയും അമ്മ അനിയത്തിയുടെ അടുത്ത് പോയിക്കാം. അവന് പേടിയായിരുന്നു അനിയത്തിക്ക് എന്തെങ്കിലും അവൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കുട്ടിയായിരുന്നു അനിയത്തി ആവണം. അവൻ തന്നെ അനിയത്തി ആവണം, ഞാൻ ഒരാളുണ്ടല്ലോ എനിക്കൊരു അനിയത്തി മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനിയത്തി ആണെന്ന് പറഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷം. അനിയത്തിക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ 14 ദിവസം അവന് കുട്ടിയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എപ്പോഴും പറയാം ബാക്കി റൂമിലെ കുട്ടികളൊക്കെ പ്രസവിച്ച അമ്മമാർ അനിയത്തിയെ കൊണ്ടുവരുമ്പോൾ എൻ്റെ അനിയത്തിയെ മാത്രം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് മുതലേ അങ്ങനെയായിരുന്നു. പിന്നെ പഠിക്കണതും അവൻ തനിയെ പഠിച്ചോളും. ട്യൂഷനും പോണത് വളരെ കുറവായിരുന്നു, തനിയെ നിന്ന് പഠിച്ചോളും. ഒന്നിനും അവനൊരുവിധം പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ തനിയെ പാട്ട് ക്ലാസ്സിൽ പോകും. പിന്നെ അതും വേണ്ടാന്ന് വയ്ക്കും. എന്നുവെച്ചാൽ അത്രയും സമയം കൂടെ എൻ്റെ കൂടെ ഇരിക്കാമല്ലോ എന്ന്. അപ്പോൾ ഇവൻ ഈ പാട്ട് പാടുമ്പോഴൊക്കെ മോൾക്ക് വലിയ ഇഷ്ടമാണ്. അവൾ ഈ തല ഇങ്ങനെ ആട്ടി അവനെ രസിക്കും. അവന് ഏറ്റവും കൂടുതൽ അവളെ ഒരു മകളെ പോലെയാണ് കാണുന്നത് ഇപ്പോഴും. ഞങ്ങൾ നീത്തു എന്ന് വിളിക്കുമെങ്കിലും അവൻ മിക്കപ്പോഴും മോളെന്നേ വിളിക്കാറുള്ളൂ. അവൾക്കും അതുപോലെ ചേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത്രയും അറിവില്ല എന്നെല്ലാവരും പറയുകയാണെങ്കിലും അവൻ ആദ്യമായിട്ട് ജോലി കിട്ടി പോകുമ്പോൾ ഇവളെ എപ്പോഴും കിടക്കുന്ന കൂടുതലും ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉറങ്ങാത്ത കുട്ടിയാണല്ലോ, അപ്പോൾ ഇവൻ രാത്രിയിലൊക്കെ ഇരുന്ന് പഠിക്കും. അപ്പോൾ പഠിക്കുമ്പോൾ ഇവൻ്റെ അടുത്ത് പോയിരിക്കും. ഇവൻ്റെ ഒരു കൈ അവളുടെ അടുത്തായിരിക്കും. അവൻ ഒരു കയ്യിൽ പിടിച്ച് ഒരു ബുക്കും വെച്ചിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവൾക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അപ്പോൾ അവൻ പറയും അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ എന്തായാലും എനിക്ക് പഠിക്കാനിരിക്കണമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ ജോലിയായിട്ട് ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവൻ്റെ റൂമിൽ പോയിട്ട് നോക്കുമായിരുന്നു. ഇങ്ങനെ പതുക്കെയാണ് പോകണം. പിടിച്ച് പോയിട്ട് അവൻ്റെ റൂമിൽ പോയിട്ട് അവൻ്റെ കട്ടിലിൽ അവനില്ല, മേശയുടെ അവിടെ പോകും. ആ ഡോറിൻ്റെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. രാത്രിയിൽ ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടില്ല, അവൾ ഇറങ്ങിപ്പോയി അവിടെ ഇരിക്കും. ഇപ്പം ഉറങ്ങിയിട്ടേ ഇല്ല പക്ഷെ അവൾ ഇറങ്ങി മൂവ്മെന്റ് ഒന്നും ഇല്ല. അന്ന് മൂവ്മെന്റ് അന്ന് നീരുള്ള. എത്ര വർഷം അവൾക്ക് മൂവ്മെന്റ് ഇല്ലാതായിട്ട് മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ സപ്പോർട്ടോട് കൂടി ഇങ്ങനെ ഒരു കാല് വെക്കും, പിന്നെ നടക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എടുത്തു വയ്പ്പിക്കണം കാലൊക്കെ. അപ്പോൾ ഒരു ചെയറിൽ നിന്ന് ഒരു ചെയറിലോട്ട് ഞങ്ങളിങ്ങനെ പിടിച്ച് കയറ്റാം, അത്രേ ഉള്ളൂ. നടക്കാൻ പറ്റില്ല, നമുക്ക് പിടിച്ച് നടത്തിക്കാനും പറ്റില്ല. ഇങ്ങനെ ചരിഞ്ഞു പോകും, നമ്മുടെ പുറത്തേക്ക് അങ്ങ് വരും. എടുത്ത് കട്ടിലിൽ കിടത്തണം, എടുത്തിറക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മോൻ തിരിച്ച് 2 ആഴ്ച കഴിഞ്ഞ് ഇവളുടെ ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ട്രെയിനിങ്ങിനിടയ്ക്ക് 2 ആഴ്ച കഴിഞ്ഞ് ലീവ് കിട്ടിയപ്പോൾ പെട്ടെന്നൊന്ന് വന്നിട്ട് പോയി. വന്നപ്പോൾ ഇവൻ ആദ്യം കുളിച്ചിട്ട് വന്ന് അനിയത്തിയുടെ അടുത്ത് വന്നപ്പോൾ അവൻ്റെ കൈ പിടിച്ച് നടന്നു പോയി കട്ടിലിൽ കയറി കിടന്നിട്ട് അപ്പം കിടന്നുറങ്ങി. അവൻ എന്നിട്ട് TV കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ സൈഡിൽ കിടന്നുറങ്ങണം. അപ്പോൾ എൻ്റെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛനെ എന്നിട്ട് പറയുമായിരുന്നു, അയ്യോ എന്തൊരു അതിശയം, അന്ന് അവളൊരു 4-5 മണിക്കൂർ ഉറങ്ങി. അപ്പോൾ ഉള്ളിൽ നല്ലോണം അറിവുണ്ട്. അത് കഴിഞ്ഞ് അവൻ പുറത്ത്, പിന്നെ ഇവിടെ ജോലിയായി വന്ന് അത് കഴിഞ്ഞിട്ട് അവന് ഇടയ്ക്ക് പുറത്ത് പോകേണ്ടി വന്നു, UK പോകേണ്ടി വന്നപ്പോഴത്തേക്കും ഇവൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ വന്ന് ഇതുപോലെ. അപ്പം ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നു. അന്ന് എറണാകുളത്തായിരുന്നു ആദ്യം. ഈ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവൻ വന്ന് നോക്കിയിട്ട് ഇവനില്ല എന്ന് അന്നത്തെ ഓർമ്മയുണ്ട്. ഇതുപോലെ പോയതായിരിക്കും എന്ന് മനസ്സിലായിട്ട് അവൻ്റെ ടേബിളിൽ ഇരുന്ന എല്ലാ സാധനങ്ങളെയും ഒറ്റ തള്ളിന് താഴെയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാത്ത കുട്ടിയാണ്, തള്ളിയിട്ടിട്ട് ഉറച്ച് 2 വിളിച്ചിട്ട് അവിടെ ഇരുന്നു. പിന്നെ അവൾ സാധാരണ പോലെ ആയി. അങ്ങനെയൊക്കെയുള്ള അറിവുണ്ട് ഉള്ളിൽ. അതുപോലെ സ്കൂളിൽ വിടുന്ന സമയത്ത് സ്കൂൾ വാൻ വരുമ്പോൾ അതിൻ്റെ ഹോൺ കേട്ട് ഇങ്ങനെ ഇരച്ച് വരുമ്പോൾ അവൾ തന്നെ പതുക്കെ എൻ്റെ കൈ പിടിച്ച് ഡോറിൻ്റെ അവിടെ വരെ വരും. അതൊക്കെ അങ്ങനത്തെയൊക്കെ. പക്ഷേ എത്രത്തോളം ഉണ്ടെന്നോ എങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ കുട്ടിയെ എങ്ങനെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് ഇത്രയും വർഷം കൂടെയുള്ളു. അതുപോലെ സ്കൂളിലും വിടുകയാണെങ്കിൽ ഇവർക്ക് നല്ല പ്രയോജനം ഉണ്ടാകും. പക്ഷേ എനിക്ക് ഇവളെ വിടാനായിട്ട് നമ്മുടെ ഇവിടെ അങ്ങനത്തെ സ്കൂളുകളില്ല, കുറവാണ്. ഇത്രയും അവശതയുള്ള കുട്ടികൾക്ക്. അല്ലാത്ത സ്കൂളുകൾ ഒരുപാടുണ്ട്, പക്ഷേ ഇതുപോലുള്ളവർക്കും വേണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്കും. ഇപ്പോൾ എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ എനിക്ക് 3 മണിക്കൂർ കൂടുതൽ മോളുടെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, മാക്സിമം 4 മണിക്കൂർ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കൊക്കെ അറിയാം. അങ്ങനെ പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് വെയിറ്റിങ്ങും കഴിഞ്ഞ് അടുത്ത ടെസ്റ്റുകൾ പറയും. ആ ടെസ്റ്റും കഴിഞ്ഞിട്ട് തിരിച്ച് ഡോക്ടറെ കണ്ട് തിരിച്ച് എത്തുമ്പോഴത്തേക്കും 3 മണിക്കൂറാകുമ്പോൾ എനിക്ക് മോളെ ഭക്ഷണം കൊടുക്കണം, അവൾ ടോയ്ലറ്റിൽ കൊണ്ടുപോകണം, ഈ ടെൻഷനാണ്. പിന്നെ ഈ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും അവളെ ഒരു വഴിക്കാവും. അവളെ എനിക്കിപ്പോൾ സഹായത്തിന് വരുന്ന കുട്ടിയെടുത്താണ് ഇരുത്തിയിട്ട് പോകണം. അപ്പോൾ അവർ ഒരു 3 മണിക്കൂറേ കാണുകയുള്ളൂ കഷ്ടിച്ച്. ആ 3 മണിക്കൂറിനകം ഞാൻ എവിടെ പോയാലും തിരിച്ച് വീട്ടിലെത്തണം.
ഞങ്ങൾ രണ്ടുപേരുമായിട്ട് പോകണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലിരിക്കണം. എന്നാൽ പോലും അവളുടെ ടോയ്ലറ്റിൽ പോണ സമയത്ത് ഞാൻ തിരിച്ചെത്തണം. അങ്ങനെ ഹസ്ബൻഡിനും പോകാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ 3 മണിക്കൂർ, ഞങ്ങൾക്ക് 3 മണിക്കൂർ മാത്രം പുറത്തു പോകാൻ കഴിയുന്ന